वक्रतुण्डमहाकाय कोटिसूर्यसमप्रभा निर्विघ्नं कुरु मे देव शुभकार्येषु। മഹാഭാരതത്തിൽ ഭഗവാന്റെ കാലത്ത് അദ്ദേഹം കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു നാടക സംഘമുണ്ട്. ഭഗവാന്റെ മക്കൾ തന്നെയാണ് അതിനകത്തെ നടീനടന്മാർ. നടികളില്ല. വിശ്വാമിത്രാദി ഋഷിമാർ ഭഗവാനെ സന്ദർശിക്കുന്നതിന് വേണ്ടി വന്നപ്പോൾ അല്പം മദ്യപിച്ചിരുന്ന സാമ്പൻ തുടങ്ങിയ ഭഗവാന്റെ മക്കളും സാരണൻ തുടങ്ങിയ ഭഗവാന്റെ അനുജന്മാരും ഈ മഹാഭാരത കാലത്തെ ഏറ്റവും സുന്ദരനായ പുരുഷൻ ആരാണ് എന്നൊരു ചോദ്യവും ആ ചോദ്യത്തിനൊരു ഉത്തരവുമുണ്ട്. വസുദേവർ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അദ്ദേഹത്തെ കാണാൻ ഒരു സുന്ദര വസ്തു എന്നുള്ള നിലയിൽ കാണാൻ വരുന്ന ആളുകളിൽ ഏതെങ്കിലും ഒരു സ്ത്രീ തിരിച്ചു പോകണമെന്നില്ല. അവരിലൊക്കെ ഇദ്ദേഹത്തിന് കുട്ടികളും ഉണ്ടായിട്ടുണ്ട്. അതിലൊരുത്തനാണ് ഈ സാരണൻ. അപ്പോൾ അച്ഛൻ ഒരാളാണെന്ന് മാത്രമേ ഉള്ളൂ, ദേവിയുടെ മകനല്ല. അപ്പോൾ വലിയച്ഛൻ്റെ ഒരു അനുഗ്രഹ ആശസ്സുകളോടുകൂടിയാണ് ഇത് നടക്കുന്നത്. അപ്പോൾ വലിയച്ഛനുള്ളത് അകത്ത് കൊണ്ടുവന്ന് കൊടുത്താൽ പുള്ളി ഇത് അവിടെ ഇരുന്ന് അടിച്ചോളും. പിന്നെ അവർക്ക് എന്തുവേണമെങ്കിലും ആവാം. അപ്പോൾ നമുക്ക് മുനിമാർക്കൊരു ഈ മുനിമാരെ കളിയാക്കണമെന്നുള്ള ആ ഒരു ആഗ്രഹം കൊണ്ട് തന്നെ വന്നതാണ്. അല്ലാതെ നാടകം കളിച്ചുകൊണ്ടിരുന്നപ്പോഴുള്ള സംഭവം അല്ല. യുവമാർക്ക് ഒരു പണി കൊടുത്തോളാം, നേരം വെളുത്ത് തന്നെ വന്ന് കയറിയിട്ടുണ്ടെന്നുള്ള ലൈനില്ലേ. പിന്നെ അവരാരും ഇവരെ കാണാൻ വരുന്നതല്ലല്ലോ. അല്ലല്ല. ഇപ്പോൾ ചില സ്കൂട്ടറിൻ്റെ ശബ്ദം കേൾക്കുമ്പോഴും അറിയാം അച്ഛൻ്റെ കൂടെ ഒന്നിച്ച് വർക്ക് ചെയ്തിരുന്ന ആളാണ് വന്നിരിക്കുന്നത്. രണ്ടുപേരും ഇട്ട് ചെയ്തിരിക്കാൻ ഇന്നത്തെ കാര്യം നോക്കണ്ട. അപ്പോൾ അതുകൊണ്ട് പിള്ളേരൊക്കെ നേരത്തെ തന്നെ ഇറങ്ങി അവരെ വഴിക്ക് പോകുന്നത് പോലെ ഇവരെ കാണാൻ വരുന്നവരല്ല. അതുകൊണ്ടൊരു പണി കൊടുത്തു കളയാം, ടയറിൻ്റെ കാറ്റ് ഊരി വിട്ട് കളയാം എന്ന് വിചാരിക്കും. ആ പോക്കൊന്ന് കാണണമല്ലോ വിചാരിച്ചു. അതുപോലെ ഒരു തമാശ കാണിച്ചതാണ്, വെറും ഹാസ്യം. അപ്പോൾ വിശ്വാമിത്രത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് സാരണൻ പറഞ്ഞു, ഇവൾ നമ്മുടെ ഇവിടെ ഇത് പിന്നെ മഹർഷി കണ്ടിരിക്കാനിടയില്ല, ഇവിടുത്തെ ഒരു കുട്ടിയാണ്, ഗർഭിണിയാണ്. ഇവളെന്ന് പ്രസവിക്കും, കുഞ്ഞെന്തായിരിക്കും? ഇവളുടനെ പ്രസവിക്കും. കുഞ്ഞ് ഇരുമ്പിലൊക്കെ ആയിരിക്കും. അത്രയും കള്ളിറങ്ങിക്കഴിഞ്ഞപ്പോൾ സംഗതി ഗൗരവം മനസ്സിലായി. അപ്പോൾ ഭഗവാൻ അറിഞ്ഞു. അതനുസരിച്ച് ശൂരസേനൻ അറിഞ്ഞു. ഭഗവാന്റെ മുത്തശ്ശൻ എല്ലാ യാദവ പ്രമാണിമാരും അവിടെ കൂടി കാണാതെ മടങ്ങുകയും ചെയ്തു. മുനിമാർ ഇവരെ കാര്യം കണ്ടില്ല. ഇവരെ കാണാൻ വന്നതാണ്, കാണാൻ വന്നതാ. പിന്നെ ദ്വാരകയിലേക്ക് വന്നതാണ്. അപ്പോൾ ഒന്നുകിൽ ഭഗവാൻ അല്ലെങ്കിൽ വസുദേവരല്ലേ അവിടെ അവർക്ക് കാണേണ്ട ആവശ്യമുള്ളൂ. ഇവരൊക്കെ പിള്ളേർ സെറ്റല്ലേ. അത് കാണാതെ അവരുമായി സംഭാഷണത്തിലേർപ്പെടാതെ സ്വാഗതത്തിന് നിൽക്കാതെ വന്ന കാര്യം അറിയിക്കാതെ അവർ മടങ്ങുകയും ചെയ്തു. ഇങ്ങനെ ഇരുമ്പിലൊക്കെ പ്രസവിക്കുമെന്നും പറഞ്ഞായിട്ട് ഇപ്പോൾ ഈ നമുക്കറിയാം സാധാരണഗതിയിൽ ആരും ലോകത്തിൽ ഒരിടത്തും ഭൂമിയിൽ ഒലക്കയെ പ്രസവിച്ചിട്ടില്ല. ഇപ്പം മരായാൽ തന്നെ. അങ്ങനെ ഇരിക്കെ ഇരുമ്പലൊക്കയെ പ്രസവിച്ചു എന്ന് ഒരു കവി എഴുതിയാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വംശം നശിക്കാൻ പോകുന്നു എന്നാണ്. ഇത്രയേ ഉള്ളൂ.
അതാണ് അതിൻ്റെ വ്യംഗ്യാർത്ഥം. അത് പിറ്റേ ദിവസം പ്രസവിച്ചെന്നാണ് പറയുന്നത് ഇതിനകത്ത്. അപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയപ്പോൾ അതിന് എന്താണ് പരിഹാരം എന്നായി. ഉടൻ തന്നെ മദ്യം ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള നിരോധനോത്തരവ് കൊട്ടാരത്തിലും അതുപോലെ മറ്റതിൻ്റെ പ്രാന്തങ്ങളിലും എല്ലായിടത്തും എത്തിച്ചു. പറകൊട്ടി അറിയിച്ചു, വായിച്ചു. എല്ലാവരും പോലീസുകാരെല്ലാവരും ജാഗ്രതായി. പക്ഷേ ജാഗ്രത ആയവരും ജാഗ്രത ആകാത്തവരും എല്ലാം മദ്യത്തിൽ കുളിക്കുകയായിരുന്നു. മദ്യം നിരോധിച്ചിട്ടും അല്ലാണ്ട് ഈ മദ്യത്തിൻ്റെ പ്രശ്നം എന്നാണ് അടുത്ത പറഞ്ഞത്. അതെ, മദ്യനിരോധനം ഉണ്ടായിട്ടുമാണ് സംഭവം. നിരോധനം ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാവുമല്ലോ. ഇതിനു മുമ്പ് ഒരിക്കലും ഇത് ചെയ്തിട്ടുള്ളതാണ്, നിരോധിച്ചിട്ടുള്ളതാണ്. അത് കുറേ കാലം നിന്നു. അത് കൃഷ്ണൻ നേരിട്ട് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇവർക്ക് മധുരയിൽ മദ്യമുള്ള സ്ഥലമേ ആയിരുന്നില്ല. ഇവരുടെ ഈ ലോക സന്ദർശന പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിയിൽപ്പെട്ട് കേരളത്തിൽ വന്നപ്പോഴാണ് വെള്ളം കുടിക്കാനില്ലാതെ വന്നിട്ട് മറ്റേ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അത് കടമ്പിൻ്റെ പൊത്തിൽ ഊറിക്കിടന്നിരുന്ന വെള്ളം കുടിക്കുക, തൊട്ട് നോക്കിയപ്പോൾ മധുരം, അതുകൊണ്ട് അത് കുറേ അങ്ങ് കുടിച്ചു. അപ്പോൾ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞത് ആ മധുരമുള്ള വെള്ളം കിടപ്പുണ്ട്, നീ വേണേൽ കുറച്ച് കുടിച്ചോ എന്ന് പറഞ്ഞു കൃഷ്ണനോട്. എന്ത് മരം? എനിക്കറിയാമല്ലോ ഒരു മരം തവണ വയ്ക്കുന്നത്. കൃഷ്ണൻ ചെന്ന് നോക്കിയപ്പോൾ കടമ്പാണ്. അപ്പോൾ കടമ്പിൻ മദ്യമാണ് കഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പിന്നിലുള്ള നടപ്പ് കണ്ടപ്പോൾ കാര്യം വളരെ വൃത്തിയാവുകയും ചെയ്തു. കാദംബരി നൃത്ത സരസിൽ എന്ന് പറഞ്ഞ് എല്ലാവരും യുഗ്മഗാനം പാടാൻ കൂടെ ആളില്ലായിരുന്നു മാത്രമേ. അത് യുഗ്മഗാനമാണോ അല്ലെന്നത് എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഇനി എന്ത് ചെയ്യും എന്നുള്ള ചിന്തയായി. അങ്ങനെയാണ് രാത്രിയിൽ തന്നെ ഇത് ഈ ഒലക്ക നശിപ്പിക്കാൻ ഇവർ ശ്രമിക്കുന്നു. പക്ഷെ അതെല്ലാം നേരം എടുത്തപ്പോഴേക്കും കട നിറച്ച് നമ്മുടെ ഈ അന്നനാര കൈതയുടെ ശൈലിയിൽ നിൽക്കുന്ന കട്ടിയുള്ള അതിൻ്റെ വായ്ത്തലയ്ക്ക് മൂർച്ചയുള്ള വാളുകൊണ്ട് വെട്ടുന്നത് പോലെ വെട്ടി തലതെറിപ്പിക്കാവുന്ന സാധനമാണിത്. ഈ മൗസല പർവ്വം എന്ന് പേരിട്ടതും ഇതുകൊണ്ട് തന്നെയാണ്. മുസലം കഥ നയിക്കുന്ന ഒരു പർവ്വമായതുകൊണ്ടാണ് അതിന് മൗസല പർവ്വം എന്ന് പേരിട്ടത്. അങ്ങനെ അത് ഒരു മിച്ചം വന്ന ഒരെണ്ണമെടുത്ത് കടലിൽ എറിഞ്ഞു അല്ലേ? അത് പിന്നീട് അമ്പാക്കി എന്നൊക്കെയാണ്. അത് മഹാഭാരതത്തിൽ ഇല്ല. ഇല്ല അത് ആരോ രസികന്മാരങ്ങനെ ഒരു അങ്ങനെയുണ്ട്. ഭാഗവതത്തിലുണ്ട്. പുരാണങ്ങളിലുണ്ട്. വാമന പുരാണത്തിൽ പത്മപുരാണത്തിലൊക്കെ ഇതിൻ്റെ സൂചനകളുണ്ട്. ഭാഗവതത്തിലുള്ള അത്രയില്ല. അപ്പോൾ ഇതിനൊരു പോംവഴിയുമില്ലാതെ ഭഗവാൻ തൻ്റെ ശയനത്തിൽ ആടിക്കൊണ്ട് ഇരിക്കുകയാണ് വളരെ സന്തോഷത്തോടുകൂടി. അപ്പോൾ വളരെ നിശബ്ദം, എപ്പോഴും ബഹളം നിറഞ്ഞ വലിയ തെരുവുകളും അങ്ങാടികളും. അതെ, ഭഗവാൻ ഇതൊന്നും അതിശയമല്ലായിരിക്കും. കാരണം ഇതെല്ലാം നടക്കേണ്ട സംഗതികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം സാധാരണ നിലയിൽ ഇങ്ങനെ ആടിക്കൊണ്ട് തന്നെ അവിടെ ഇരുന്നു. ദ്വാരപാലകന്മാരോട് അകത്തേക്ക് ആരെയും കടത്തി വിടണ്ട എന്നും പറഞ്ഞു. നേരം വെളുത്തപ്പോൾ ആളുകളെല്ലാം ഇങ്ങനെ ഓടുന്നു പടിഞ്ഞോട്ട്. അപ്പോൾ രുക്മിണി ചോദിച്ചു, എന്താണ് ആളുകളെല്ലാവരും, യാദവന്മാരെല്ലാവരും ഓടുന്നു? അപ്പോൾ പറഞ്ഞു, അവിടെ വലിയ ലഹള നടക്കുകയാണ്. എന്ത് ലഹള? കൃതവർമാവിനെ സാത്വിക വെട്ടി. അതാണ് പ്രശ്നം. കൃതവർമാവ്, കൃപൻ, കൃതവർമാവ്, അശ്വത്ഥാമാവ്. ഇവര് കൗരവപക്ഷത്തുള്ളവര് ഇനി വന്നോ? ദ്വാരകയും വന്നിട്ടുണ്ട്. കൃപരും
കൃതവർമാവും അശ്വത്ഥാമാവും കൗരവപക്ഷത്തായിരുന്നല്ലോ. അവരങ്ങനെ ദ്വാരകയിലെത്തി. യുദ്ധത്തിൽ കൗരവപക്ഷത്തായിരുന്നു എന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിങ്ങ് കൂടി. അല്ല, കൃപര് വന്നിട്ടില്ല. കൃപരില്ല. കൃപർ എവിടെ പോയി? കൃപര് ഇതിനൊന്നും പെട്ട ആളല്ല. കൃപര് ചിരഞ്ജീവിയാണ്. കഥയിൽ ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹത്തെ കൃപയുടെ റോള് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് സൂചനയില്ല. വിട്ടുകളഞ്ഞു. ചിരഞ്ജീവി ആണെന്നുള്ളതുകൊണ്ട് പിന്നെ അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ പ്രത്യേകിച്ച് അന്വേഷിക്കേണ്ട ആവശ്യവുമില്ല. അപ്പം ഇത് വളരെ ഗൗരവമുള്ള സംഗതിയാണ്. പാണ്ഡവപക്ഷത്തേക്ക് പോയവരിലെ ആളാണ് കൃതവർമാവ്. ആ പോയ പാണ്ഡവപക്ഷത്തേക്ക് പോയതിൽ അവശേഷിച്ചവരിൽ ഒരാളും കൃതവർമാവാണ്. അപ്പോൾ യുദ്ധത്തിൽ കാണിച്ച ഒരു അധർമ്മത്തിൻ്റെ പേരിൽ ഇവർ തമ്മിൽ രാവിലെ തർക്കമുണ്ടാവുകയും തർക്കിച്ച് നടന്ന് അവരെ കടപ്പുറത്തെത്തുകയും അവിടെ നിന്ന് ഈ പുല്ല് പറിച്ച് ദേഷ്യം സഹിക്കാൻ വന്നപ്പോൾ സാത്യകി ഇയാളെ വെട്ടുകയാണ് ഉണ്ടായത്. അപ്പോൾ അതോട് പിന്നെ കൂട്ടത്തല്ലായി. ആദ്യത്തെ തല്ല് തുടങ്ങി. അതോടുകൂടി ആർക്കും തടുക്കാൻ വയ്യാത്ത വിധത്തിലുള്ള തെരുവിളികളും തല്ലുകളുമാണ്. അപ്പോൾ നമുക്കിപ്പോൾ മലയാളത്തിലാക്കി പ്രയോഗിക്കാൻ പറ്റുന്ന നമ്മുടെ പ്രയോഗങ്ങളിലെങ്ങും വന്നിട്ടില്ലാത്ത തെറികൾ ഇതിനകത്ത് നിന്ന് കിട്ടും. താല്പര്യമുള്ളവർ അതെടുത്ത് വായിക്കാം. വായിച്ചിട്ട് ഓരോന്നോരോന്ന് ഇടക്കിടയ്ക്ക് വിട്ടുകൊടുത്താൽ മതി വഴക്ക് നടക്കുമ്പോൾ. അങ്ങനെ കൂട്ടത്തല്ലായി കൂട്ടമരണമായി. അപ്പോഴാണ് ഭഗവാൻ ഇറങ്ങി ചെന്നിട്ട് വസുദേവരോടും ശൂരസേനോടും ആ ഭാഗത്തേക്ക് പോകണ്ടെന്ന് പറഞ്ഞു. വേറെ ചിലരെല്ലാം വിളിച്ച് സ്ത്രീകളെല്ലാം സൂക്ഷിച്ചോളാൻ പറഞ്ഞു. ഇതെല്ലാം സേനാവിഭാഗങ്ങളാണ് അല്ലേ? സേനാവിഭാഗങ്ങൾ തമ്മിലുള്ള ഇതാണല്ലോ. സേനകളും ഉണ്ടായിരിക്കുമല്ലോ ഇതിനകത്ത്. സേനകളുമുണ്ട്. അവിടുത്തെ സേനകളുമുണ്ട്. പക്ഷേ ഇവരൊക്കെ സേനകൾ മാത്രമല്ല, അത് അവിടുത്തെ കുടുംബസ്ഥന്മാരുമാണ്. 18 ശാഖകളാണ് ഇവരെ. വലിയ ജനസഞ്ചയമാണ്. പിന്നെ അവർക്ക് സ്വന്തമായിട്ട് രാജ്യമില്ലാത്തത് കൊണ്ട് അവർ രാജാക്കന്മാർ എന്ന് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കംസൻ്റെ കാരാഗൃഹത്തിലാണല്ലോ കൃഷ്ണൻ ജനിച്ചത്. അപ്പോൾ കംസൻ്റെ അടിമയാണ്. അപ്പോൾ കംസൻ്റെ അടിമയുടെ മകൻ എന്നൊരു സദസ്സിൽ പറയുന്നത് പലർക്കും വലിയ ആഹ്ലാദമായിരുന്നു ഭഗവാനെ കുറിച്ച്. അത് ഈ രാജസൂയത്തിൽ വന്ന് പറയും, എടാ കംസദാസന്റെ മോനെ, കംസന്റെ അടിമയുടെ മോനെ, നിങ്ങളെല്ലാവരും കംസന്റെ അടിമപ്പണി ചെയ്തിരുന്നവരല്ലേ. ഇവിടെ നിന്നാണ് പിന്നെ ഈ വഴക്കിൽ പറയാനുള്ള സമുചിതമായ പദങ്ങൾ ഇദ്ദേഹം ശിശുപാലൻ തിരഞ്ഞെടുക്കുന്നത്. ഈ 100 തെറ്റുകൾ ക്ഷമിച്ചു തന്നേക്കാം എന്ന് ഇളയ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് ഉണ്ട്. കുന്തിയുടെ അനിത്യരമാണ് ശിശുപാലൻ. ആ വാക്ക് പാലിക്കുന്നതിന് വേണ്ടി ഇദ്ദേഹം കാത്തിരുന്നു. ആ കൊടുത്ത വാക്ക് തീർന്നപ്പോൾ 100 തെറ്റ് ക്ഷമിക്കുമെന്നാണ് പറഞ്ഞത്. ഓരോ വാക്കും ഓരോ തെറ്റായിട്ട് പരിഗണിച്ച് പുള്ളി അവനെ ചക്രമിട്ട് കഴുത്ത് തകർത്ത് നിലത്തിട്ട് സഹോദരനെ വിളിച്ചിട്ട് പറഞ്ഞ് വേഗം എടുത്ത് മാറ്റി അവിടെ പുരോഹിതന്മാരോട് പുണ്യാഹം കൊണ്ടുവന്ന് തെളിച്ച് ശുദ്ധമാക്കാൻ പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ഭഗവാൻ ചെല്ലുന്നത്. സാത്വികിയെ വിളിച്ചിട്ട് സാത്വികയെ എന്ന് വിളിച്ചത് കൂട്ടാക്കാൻ പോലും മെനക്കെടുന്നില്ല. അഥവാ ആ വലിയ ബഹളത്തിൽ കേട്ടില്ല എന്ന് വേണമെങ്കിലും നമുക്ക് സഹിക്കാവുന്നതാണ്. അങ്ങനെ നോക്കിയപ്പോൾ ഒരു വശത്ത് നിന്നുകൊണ്ട് ദാരുകൻ വെട്ടി തകർത്തുകൊണ്ടിരിക്കുന്നു പുള്ളിയുടെ തരാളാണ്. വലിയ വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. മറ്റേത് കൃഷ്ണൻ്റെ കാലനങ്ങിയാൽ അവനറിയാം തേരിലിരിക്കുമ്പോൾ. ആ ആളുകൾക്കൊക്കെയാണ് സ്വഭാവ വ്യത്യാസം വന്ന് ഒരു ഈ കൊലയുടെ രൗദ്രഭൂതങ്ങളെ പോലെ
അപ്പോഴവതരിച്ചതുപോലെ. പക്ഷെ ഈ ബലരാമൻ അപ്പോൾ എവിടെയുണ്ട്? ബലരാമൻ ദ്വാരകയിലുണ്ട്. ഇതിലൊന്നും ഇടപെടുന്നില്ല. ഇടപെടുന്നില്ല. ദ്വാരകയിലുണ്ട്. മറ്റേ ആ ശാപം കിട്ടിയവരും അറിയാം. പിന്നെ മറ്റേ ഗാന്ധാരിയുടെ ശാപവും അറിയാം. അതും പ്രവർത്തിക്കാനുള്ള സമയം. ബലരാമനും ഇതിനകത്ത് പങ്കെടുക്കുന്നെന്നാ പറയുന്നത്. ഈ അടിക്കാനേ കുറെ പേരെ ബലരാമനും കൊന്നെന്നാ പറയുന്നത്. അത് ഇതും കഴിഞ്ഞിട്ടാണ്. കൃഷ്ണൻ ഇറങ്ങും. കൃഷ്ണൻ ഇറങ്ങുമ്പോഴാണ്. അപ്പൊ ഇത് പറഞ്ഞു നിർത്താനോ ഉപദേശിച്ചു നിർത്താനോ സതുപദേശം കൊണ്ട് ഇവർക്ക് മാനസികമായ മാറ്റം വരുത്താനോ ഒന്നും സാധിക്കുകയില്ല എന്ന് വന്നപ്പോഴാണ് കൊന്നു തീർക്കാം. കാരണം ഇത് കഴിഞ്ഞാൽ ഇവർ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ വെളിയിലേക്ക് ഇറങ്ങും, ജനങ്ങളെ ഉപദ്രവിച്ചു തുടങ്ങും. അപ്പോൾ ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയും സ്ത്രീകളുടെ രക്ഷയ്ക്ക് വേണ്ടിയും ഒരു ഭൃത്യനെ പറഞ്ഞ് നേരെ ഹസ്തനപുരിയിലേക്ക് വിടും. അർജുനനെ വിളിക്കാൻ. അതുകൊണ്ട് വിവരങ്ങൾ പറയണം. കാര്യങ്ങളെല്ലാം വലിയ അപകടത്തിലാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് സ്ത്രീകളെല്ലാവരെയും ഹസ്തനപുരിയിലേക്ക് കൊണ്ടുപോകണം. അല്ലെങ്കിൽ ദസ്യുക്കളുടെ ആക്രമണം ഉണ്ടാകും. കാരണം വംശക്കാരെല്ലാം 18 കുലങ്ങളും തമ്മിലടിക്കുകയല്ലേ. അപ്പം അതിൻ്റെ അകത്ത് കയറി മുതലെടുക്കാൻ കാത്തിരിക്കുന്നവർക്ക് അത് സന്ദർഭമാണ്. ഇപ്പോൾ ദസ്യുക്കൾ എന്ന് പറഞ്ഞാൽ കൊള്ളക്കാരാണോ? കൊള്ളക്കാരും കള്ളന്മാരും. മറ്റേ ദ്രാവിഡർ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു എന്ന് പറയുന്ന ദസ്യൊന്നുമില്ല, അങ്ങനെ പറഞ്ഞിട്ടുമില്ല, അങ്ങനെ ഒരു ദസ്യവുമില്ല. അങ്ങനെ അവിടെ നിന്ന് ഇദ്ദേഹം ഇവരെ പരമാവധി നിഹനിക്കുകയാണ്. അങ്ങനെയാണത് ശാന്തമാകുന്നത്. കൃഷ്ണനെ തന്നെ കൊന്നൊടുക്കേണ്ടി വന്നു, സ്വന്തം കുലത്തെ. അങ്ങനെ ശാന്തമാക്കിയിട്ട് രുക്മിണിയെക്കുറിച്ചോ സത്യഭാമയെക്കുറിച്ചോ മറ്റ് ഭാര്യമാരെക്കുറിച്ചോ, മക്കളൊക്കെ ചത്തു കഴിഞ്ഞു, മറ്റ് ഭാര്യമാരെക്കുറിച്ചോ ഒന്നും ആലോചിക്കാതെ ഒറ്റയ്ക്ക് വിജനമായ കാട്ടിലേക്ക് അദ്ദേഹം നടന്നു പോകുന്നതാണ് നമ്മൾ പിന്നീട് കാണുന്ന കാഴ്ച. അങ്ങനെ ചെന്ന് നിലത്ത് കിടക്കുകയാണ്, നിലത്ത് മണ്ണിൽ. അപ്പോഴേക്കും ബലരാമൻ്റെ അന്ത്യമായി. ഇദ്ദേഹം എത്തുമെന്നുള്ള ഉറപ്പുമായി. ബലരാമനാണ് ആദ്യം പോകേണ്ടത്. ഹസ്തനപുരിയിൽ നിന്ന് അർജുനൻ എത്തുമെന്ന് ഉറപ്പുമായി. അപ്പോഴാണ് അദ്ദേഹം ഏത് ഒരു അസാധാരണമായ വൈദഗ്ധ്യമുള്ള വില്ലിൻ്റെ പേരിലാണോ ഇതുവരെ അഹങ്കരിച്ചുകൊണ്ടിരുന്നത്, ആ വില്ലിൽ ചെന്ന് പിടിച്ചിട്ട് അദ്ദേഹത്തിന് അത് പൊക്കാൻ സാധിക്കാത്ത വിധത്തിൽ ഭാരമായത്. അപ്പം അത് പൊക്കാൻ സാധിച്ചില്ല. വില്ലില്ലാതെയാണ് അദ്ദേഹം വരുന്നത്. അർജുനൻ ഭടന്മാരോടുകൂടി. അപ്പോൾ പിന്നീട് വരുന്ന വാർത്തകളെല്ലാം മോശമാണ്. ദ്വാരക മുങ്ങി, പകുതിയിലധികം മുങ്ങിക്കഴിഞ്ഞു, പ്രളയം വന്നു. അപ്പോഴും രോദനങ്ങൾ കേൾക്കാം, ഇതിനകത്തൊക്കെ രക്ഷിക്കണേ എന്നുള്ള വിളികൾ കേൾക്കാം. ഈ അമ്പ് എടുത്ത് ഇതിനകത്ത് വച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ പെണ്ണുങ്ങളെ പിടിച്ചുകൊണ്ട് ആളുകൾ പോകാൻ തുടങ്ങിയിരിക്കുന്നു. വിധവകളാണ് എല്ലാവരും, അല്ലേ? ആരെയും ആർക്കും അതിനകത്ത് രക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്ന വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹം കാട്ടിൽ വേറെ നിലത്ത് കമഴ്ന്ന് കിടന്നുകൊണ്ട് ഇങ്ങനെ കാലാട്ടിക്കൊണ്ട് കമഴ്ന്ന് കിടക്കുക. അപ്പോഴാണ് ഒരു വേടൻ കണ്ടിട്ട് അത് ഏതോ മൃഗത്തിൻ്റെ കാലായിരിക്കും, അല്ലെങ്കിൽ ഏതോ പക്ഷിയായിരിക്കും ഈ ഇലകളുടെ മറവിലൂടെ കാണുകയാണ് എന്നുദ്ദേശിച്ചിട്ടാണ് ഈ അമ്പ ചെയ്യുന്നത്. വന്ന് നോക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് കിടക്കുന്ന ഭഗവാനെയാണ്. നീ വന്നവരിക്കങ്ങ് പൊക്കോളൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അവനെ പറഞ്ഞു വിടുകയാണ്. അതാണ് ഭഗവാന്റെ അന്ത്യം. സ്വർഗാരോഹണം. അവിടെ വെച്ച് ഭഗവാന്റെ സ്വർഗാരോഹണം നടക്കുകയാണ്. അത് ഏറ്റവും മഹാഭാരതത്തിലെ ഏറ്റവും അർത്ഥവത്തായതും ഭഗവത്ഗീതയുടെ തത്വശാസ്ത്രത്തെ, തത്വചിന്തയെ അർത്ഥവത്താക്കുന്നതും
ഭഗവത്ഗീതയും മഹാഭാരതവും തമ്മിലുള്ള നാഭീനാളി ബന്ധത്തെ ഉറപ്പിക്കുന്നതുമായ ദർശനത്തിൻ്റെ എല്ലാ പ്രഭാവവും നമുക്ക് അതിൽ കാണാം. ഈ ഭഗവാന്റെ സ്വർഗാരോഹണത്തിൽ സ്വർഗാരോഹണം എന്ന് പറയുമ്പോൾ അദ്ദേഹം ജീവനോടുകൂടി പിന്നീട് മുകളിലേക്ക് പോകുന്നതെന്ന് വർണ്ണിച്ചിട്ടാണ് വ്യാസൻ ഇത് അവസാനിപ്പിക്കുന്നത്. മഹാഭാരതം തുടങ്ങുമ്പോൾ ഇത് കൃഷ്ണൻ്റെ കഥ പറയുകയാണെന്ന് നമുക്ക് തോന്നുകയില്ല. കാരണം ഭഗവാൻ അവിടെയൊന്നുമില്ല. ഇല്ല, കുറേ അധികം കഴിഞ്ഞിട്ടാണ് വരുന്നത് കൃഷ്ണൻ, അല്ലേ? വളരെ കഴിഞ്ഞിട്ടാണ്. ആദ്യം ഭഗവാനെ കാണുന്നത് പാഞ്ചാലി സ്വയംവരത്തിൽ വെച്ചാണ് ഭഗവാൻ പാണ്ഡവരെ ആദ്യം കാണുന്നത്. അപ്പം അതിനു മുമ്പ് നടന്ന സംഭവങ്ങളിലൊക്കെ ഭഗവാന്റെ പേര് പരാമർശിക്കുന്നുണ്ടെങ്കിൽ തന്നെയും, കാരണം വാസുദേവൻ്റെ അച്ഛൻ്റെ പെങ്ങളാണ് കുന്തി എന്ന് പറയുന്നതൊഴിച്ചാൽ വേറെ ഒരു തരത്തിലുമുള്ള ഭഗവാന്റെ സാന്നിധ്യത്തെ സംബന്ധിക്കുന്ന പരാമർശം ഇതിൽ ഒരിടത്ത് നമുക്ക് ദർശിക്കാൻ സാധ്യമല്ല. അപ്പം അവിടെ ഏതാണ്ടൊരു പ്രപഞ്ചത്തിൻ്റെ താൽക്കാലികമായ അന്ത്യം, പ്രപഞ്ചത്തിൻ്റെ താൽക്കാലികമായ വിലാപം, എന്താണ് പ്രപഞ്ചത്തിൻ്റെ ലയത്തെ സംബന്ധിച്ച് ഉള്ള നമ്മുടെ എസ്കറ്റോളജിക്കൽ കോൺസെപ്റ്റ്. എസ്കറ്റോളജി പ്രപഞ്ച അവസാനത്തെ സംബന്ധിക്കുന്ന ശാസ്ത്രം. ഈ എസ്കറ്റോളജിക്കൽ കോൺസെപ്റ്റ് എപ്രകാരമാണ് മഹാഭാരതത്തിൽ ഇദ്ദേഹം ഉരുത്തിരിയിച്ച് കൊണ്ടുവന്നിരിക്കുന്നതെന്നും അത് വളർത്തി എവിടെ കൊണ്ടുവന്ന് അത് അവസാനിപ്പിച്ചിരിക്കുന്നു എന്നതും ഒരു ഗ്രാഫിൽ വരയ്ക്കുന്നത് വരെ വരച്ചെടുക്കാം. അതുകൊണ്ടാണ് നേരത്തെ വേണ്ട തരത്തിൽ പഠിച്ചിട്ടാണ് അഭിപ്രായം പറയുന്നതെങ്കിൽ ആ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കപ്പെടുന്ന രീതിക്കും അതിലുപയോഗിക്കുന്ന വാക്കിൻ്റെ സൗന്ദര്യത്തിനുള്ള വ്യത്യാസമല്ലാതെ മറ്റൊരു തരത്തിലുള്ള വ്യത്യാസം ഉണ്ടാകില്ല. സാഹിത്യകൃതികളാകുമ്പോൾ അവയ്ക്ക് അത്തരം വ്യത്യാസം വേണ്ടേ എന്നാണ് ചോദ്യമെങ്കിൽ ഇത് സാഹിത്യകൃതിയല്ല, ഇതിഹാസം. അപ്പോൾ സാഹിത്യകൃതിയുടേതിനേക്കാൾ വ്യത്യസ്തമായ ഒരു ആത്മീയമായ അന്തരീക്ഷവും അതുപോലെയുള്ള മനുഷ്യ മനസ്സുകളുടെ തുറക്കാത്ത അറകൾ തുറന്ന് കാണിക്കുന്ന അനേകം ദീപധോരണികളും മഹാഭാരതത്തിലുണ്ട്. അതിങ്ങനെ ആളുകൾ കാലം ചെല്ലുന്തോറും മനസ്സിലാക്കിയും മനസ്സിലാക്കാതെയും തുറന്ന് അതിനെ സംബന്ധിച്ച് എഴുതിക്കൊണ്ടിരിക്കും, വായിച്ചു കൊണ്ടിരിക്കും. ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിൽ ഗൗരവമായ വായനയ്ക്ക് ഒറ്റ ഗ്രന്ഥമേ ഉള്ളൂ, അത് മഹാഭാരതം. നിങ്ങൾക്ക് വേദം വായിക്കാം, പക്ഷേ വേദത്തിൻ്റെ വഴി വേറെയാണ്. നിങ്ങൾക്ക് രാമായണം വായിക്കാം, രാമായണത്തിൻ്റെ വഴിക്കും വ്യത്യാസമുണ്ട്. ഇത്രയും വലിയൊരു പുരുഷാരത്തെ നിങ്ങൾക്ക് രാമായണത്തിൽ കണ്ടെത്താൻ സാധ്യമല്ല. രാമനെ അത്ര പെട്ടെന്ന് മനസ്സിലാകില്ലെങ്കിലും രാമനെ നമുക്ക് ഗ്രഹിക്കത്തക്ക തരത്തിലുള്ള അനേകം ലാളിത്യങ്ങൾ രാമനുണ്ട്. ഇപ്പോൾ ഏത് പ്രശ്നത്തിൽ അദ്ദേഹം ഇടപെടുമ്പോഴും ആ തീരുമാനം നിങ്ങൾക്ക് രുചിക്കണമെന്നില്ല അദ്ദേഹത്തിൻ്റെ. കാരണം അദ്ദേഹം നിൽക്കുന്ന ഒരു മണ്ഡലം, അവരുടെ പാരമ്പര്യം, അവരുടെ വിശ്വാസങ്ങൾ, ഇതിൽ എല്ലാത്തിൽ നിന്നും ഉരിഞ്ഞു വന്നിരിക്കുന്ന ഭഗവാന്റെ ആന്തരിക സ്വരൂപം, പിന്നെ അദ്ദേഹമായി നേടിയ വിദ്യാഭ്യാസം, പിന്നെ അദ്ദേഹത്തിൻ്റെ ദർശനം, അദ്ദേഹത്തിൻ്റെ ജീവിത വീക്ഷണങ്ങൾ,
ഇവയെല്ലാം പൊരുത്തപ്പെടുമെങ്കിലാണ് നാം ശ്രീരാമനെ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഒരു സാധാരണ മനുഷ്യൻ ജീവിതത്തിൽ എപ്രകാരമാണ് ചില പ്രയാസമേറിയ സന്ദർഭങ്ങളിൽ പെരുമാറിയത്, ഇയാളതുപോലെ പെരുമാറിയോ എന്ന് നോക്കിയിട്ടല്ല അദ്ദേഹത്തിൻ്റെ മഹത്വം നിർണ്ണയിക്കേണ്ടത്. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റേതായ നിർണയങ്ങളുണ്ട്, അദ്ദേഹത്തിൻ്റേതായ പെരുമാറ്റമുണ്ട്, അദ്ദേഹത്തിൻ്റേതായ സംസാരമുണ്ട്, അദ്ദേഹത്തിൻ്റേതായ സംഭാഷണമുണ്ട്. അത് നിങ്ങൾക്ക് രുചിച്ചില്ലയോ എന്നത് അത് അദ്ദേഹത്തിൻ്റെ മാനസികവും ആധ്യാത്മികവുമായ തലത്തിൻ്റെ ഔന്നത്യത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. നിങ്ങൾ പെരുമാറുന്ന പോലെ പെരുമാറുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായിരിക്കും.